നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ, സുഭാഷിന്റെ, സുധീഷിന്റെ ഒക്കെ വിശേഷങ്ങൾ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് അലീന ബാലേന്ദ്രന്റെ മുറിയിൽ താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് ബാബിനെ വൈജയും കൂടെ താഴെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അലീന അങ്ങോട്ട് വന്നിട്ട് വൈജയോട് ചോദിച്ചു, അല്ല മാഡത്തിന് ഞാൻ ചായ എടുക്കട്ടെ? അപ്പോഴേക്കും വൈജയന്തി ചോദിച്ചു, നീ എന്താ ആളെ കളിയാക്കണോ? ഇതെങ്ങനെയാ മാഡം കളിയാക്കുന്നതാകുന്നേ? ഞാൻ സാധാരണ ചോദിക്കാറുള്ളല്ലേ, ചായ എടുക്കട്ടെ, സ്നാക്സ് എടുക്കട്ടെ എന്നൊക്കെ. പക്ഷെ മാഡം ഒന്നും പറയാറില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ പക്ഷെ ചോദ്യം ആവർത്തിച്ചെന്നുള്ളൂ. കൂടുതൽ എൻ്റെ അടുത്തേക്ക് നീ ചോദ്യമായിട്ട് വന്നേക്കരുത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഞാൻ അന്തസ്സുള്ള തറവാട്ടി പറഞ്ഞാടി. നിനക്കറിയാവോ, കൈതയ്ക്കൽ മാളിക വീട്ടില് കുഞ്ഞിരാമ മേനോന്റെ മകളാ ഞാൻ. എനിക്ക് അതിൻ്റെതായ അന്തസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിന്നെപ്പോലെ ഒന്നുമല്ല. നീ ഏതോ ഒരുത്തി പഴിച്ച് പ്രസവിച്ച് കണ്ട അനാഥാലയത്തിൽ കൊണ്ട് ഉപേക്ഷിച്ചിട്ട് പോയവളല്ലേ നിന്നെ. എന്നിട്ട് നീയാണോടി എന്നോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അലീന ഒരു നിമിഷം വൈജയന്തിയുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പറഞ്ഞു, അവള് വന്നിരിക്കുന്ന എന്നോട് ഓരോ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോണ്ട്. അപ്പോഴേക്കും അലീന പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് മാഡം, കുഞ്ഞിരാമ മേനോന്റെ അന്തസ്സും അഭിമാനവും ഒക്കെ മാഡം എല്ലാ കാലത്തും കാത്തു സൂക്ഷിച്ചിട്ടുണ്ടോ? അന്ന് തൊട്ട് ഇന്ന് വരെ അങ്ങനെ തന്നെയാണോ മാഡം മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരുന്നേ? നീ എന്താടി ഉദ്ദേശിച്ചേ? അല്ല മാഡത്തിനൊരു തെറ്റും പറ്റിയിട്ടില്ലേന്ന്. മാഡത്തിന്റെ ജീവിതത്തിൽ മാഡം അന്നും ഇന്നും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നോന്ന്. അത് കേട്ടപ്പോ വൈജയന്തി പറഞ്ഞു, ഓ ഇപ്പൊ നിനക്കെന്താ സംശയമുണ്ടോ? അല്ല മാഡത്തിന്റെ സഹോദരൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഗംഗാധര സാറേ, മാഡത്തിന്റെ പഴയ കഥകളൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾ തന്നെ മാഡത്തിനെ കൊണ്ട് മീനിച്ചിലാറ്റി മുക്കി കൊല്ലുമെന്ന്. മാഡം ആയ കാലത്ത് നല്ല മതിച്ച് നടന്നെന്ന്. എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? ഇനിയിപ്പം എന്തേലും ആട്ടെ, സാർ അങ്ങനെ പറഞ്ഞാൽ പോലും ഞാൻ അതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. എനിക്കിഷ്ടം മാഡത്തിനെ നല്ലൊരു സ്ത്രീയായിട്ട് കാണാനായിട്ടാ. അതുകൊണ്ടാണ് ഞാൻ മാഡത്തിന്റെ അടുത്ത് ഇത്ര റെസ്പെക്റ്റോടു കൂടി സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും സംസാരിക്കില്ലായിരുന്നു. തലയ്ക്ക് അടിയേറ്റ പോലെ ആയിപ്പോയി വൈജയന്തി. വാട്ടിക്കൊടുത്ത് അടി വാങ്ങി വൈജയന്തി. ഒടുവിൽ അലീന അങ്ങോട്ടേക്ക് പോയി, വേണ്ടെങ്കിൽ വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോഴേക്കും ബബിത പറഞ്ഞു, അമ്മ എന്താമ്മ ഒന്നും മിണ്ടാതിന്നേ? അവൾ സ്കോർ ചെയ്ത് പോയിട്ട് കേട്ടില്ലേ? അമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് പറയാൻ മേലായിരുന്നോ? എന്ത് പറയാനായിട്ടാ? ഗംഗേട്ടൻ വന്ന് ഓരോന്നും പറഞ്ഞു കൊടുത്തിട്ട് പോയതല്ലേ, ഇല്ലാ കഥകൾ ഉണ്ടാക്കി പറഞ്ഞല്ലേ. അവിടെ എനിക്ക് ഉത്തരം മുട്ടിപ്പോയില്ലേ? അവൾക്കിട്ടുള്ളത് ഞാൻ കൊടുക്കുന്നുണ്ട്, അധികം വൈകാതെ തന്നെ കൊടുക്കും. ഈ വൈജയന്തി ആരെന്ന് അവൾ അറിയാൻ പോകുന്നുള്ളൂ. അതും പറഞ്ഞു ഞാൻ വൈജയന്തി കടുപ്പിച്ചങ്ങോട്ട് പോയി. വൈജയന്തിക്ക് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ, അല്ലാതെ കുട്ടികളുടെ അടുത്ത് വേറൊന്നും തുറന്നു പറയാൻ പറ്റില്ലല്ലോ. ബാബിത ഇങ്ങനെ ആലോചിച്ചു, എന്തുകൊണ്ടായിരിക്കും ഗംഗാധരൻ അങ്കിൾ അങ്ങനെ പറഞ്ഞത്. കുറച്ച് കഴിഞ്ഞപ്പം അലീന ചായയൊക്കെ വെക്കാനായിട്ട് തുടങ്ങണം. അങ്ങനെ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്ന് ടേബിളിലേക്ക് വെച്ചു. അപ്പോഴേക്കും വൈജയൻ ബബിതയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ വൈജയനും ബബിതയും കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, ഒരു ഇത്തിരി സമയം ഈ ചായ ഒന്ന് തിളച്ചു കഴിഞ്ഞ് ഇപ്പോൾ തന്നെ എടുത്തു തരാമെന്ന് പറയണം. അപ്പോഴേക്കും വൈജയന്തി അലീനയുടെ അടുത്ത് എന്നിട്ട് ചോദിച്ചു, അല്ല നീ എന്തിനാ മുകളിലത്തെ മുറിയിലേക്ക് പോയത്? അത് ഞാൻ ബാർലി വെള്ളം കൊടുക്കാനായിട്ട്. അല്ല വെള്ളം കൊടുക്കുക നിനക്ക് 3/4 മണിക്കൂർ വേണോ? അത് കൊടുത്തിട്ട് ഇങ്ങോട്ട് പോന്നാ പോരെ. ഞാൻ ഉച്ച കഴിഞ്ഞ് സാറിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, സാറിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ, അപ്പൊ അതുകൊണ്ട് ഞാൻ പോയതാ. അല്ല പോയിട്ട് നിനക്ക് പെട്ടെന്ന് വന്നാൽ എന്താ കുഴപ്പം? അവിടെ നീ എന്തിനാടി ഇരിക്കുന്നേ? അതെ അവിടെ ഇരിക്കുന്ന ഫ്രിഡ്ജോ വാഷിംഗ് മെഷീനോ ഒന്നും അല്ല, ജീവനുള്ള ഒരാളാ. ഒരു ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചെന്നിരിക്കും, അപ്പൊ ഞാൻ എന്തേലും മറുപടി പറഞ്ഞെന്നിരിക്കും. അതെ നിന്നോട് പറയുന്ന ജോലി മാത്രം ചെയ്താൽ മതി, അല്ലാതെ കൂടുതലൊന്നും ചെയ്യണ്ട. അപ്പോഴേക്കും അലീന പറഞ്ഞു, ഞാൻ സാറിന് വേണ്ടുന്ന മെഡിക്കൽ കെയറാ കൊടുക്കുന്നത്, അതറിയാവോ നിങ്ങൾക്ക്? പിന്നെ ഒരു കാര്യം, പറയുന്ന ജോലി മാത്രം ചെയ്യാനാണെങ്കിലേ, സാറ് പറയുന്ന ജോലി മാത്രം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അതൊക്കെ പലതും ചെയ്യത്തില്ല. ഇപ്പം ഇരിക്കുന്ന ചായ ഉണ്ടല്ലോ, സ്നാക്സും ഒന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. പിന്നെ ഇവിടുത്തെ ആഹാര സാധനങ്ങൾ തൂക്കലും തുടക്കലും ഒക്കെ നാളെ മുതൽ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യേണ്ടി വരും. ഞാനതും ചെയ്യത്തില്ല, ഞാൻ ഇവിടെ ഇരിക്കത്തുള്ളൂ. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്കും ആഹാരം കഴിക്കാൻ പറ്റില്ല, നീയും പട്ടിണി കിടക്കും. ഇല്ല ഞാൻ പട്ടിണി കിടക്കില്ല, സാറിനോട് പറഞ്ഞായിരുന്നു നിനക്ക് പുറത്തുനിന്ന് ഞാൻ പാഴ്സൽ വാങ്ങി തരാമെന്ന്. കർണത്തടിയേറ്റ പോലെ പോയി വൈജയന്തി. ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല. വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേനും ബബിതയുടെ അടുത്തേക്ക് വന്നു അലീന. എന്നിട്ട് അലീന ചോദിച്ചു, അല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ പൊടിപ്പും തോന്നലും വെച്ച് നീ അമ്മ വരും പറഞ്ഞു കൊടുക്കണമല്ലേ? എടി നിനക്ക് അതിനുള്ള എന്തിതാ ഉള്ളേ? നിന്റെ വിചാരം എന്താ? ഞാൻ മുകളിലേക്ക് പോയിട്ട് അവിടെ എന്തോ ചെയ്യുവാന്നല്ലേ? നിന്റെ മനസ്സിലെ വിചാരം അതങ്ങോട്ട് മനസ്സിൽ നിന്ന് കളഞ്ഞാൽ മതി. നീ കണ്ട അലവലാതി ചെക്കന്മാരെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചു കയറ്റി മുറി കയറ്റിയിരുത്തുന്ന പോലൊന്നും അല്ല ഞാൻ ബാലചന്ദ്രൻ സാറിന്റെ അടുത്തേക്ക് പോകുന്നത്. അറിയാലോ, സാറിന് വേണ്ടുന്ന മെഡിക്കൽ കെയർ കൊടുക്കാൻ വേണ്ടിയിട്ടാ. ഇനി അമ്മയ്ക്കും മോൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഞാൻ മുറിയിലേക്ക് പോകുന്ന സമയത്ത് രണ്ടുപേരും മാറി മാറി വന്ന് ആ വാതൊക്കെ വന്ന് കാവൽ നിന്നു. അതെനിക്കൊരു പ്രശ്നമില്ല. പറഞ്ഞു കേട്ടല്ലോ. എന്തായാലും ഇതുപോലത്തെ വൃത്തികെട്ട നാടകമായിട്ട് എൻ്റെ മുന്നിലേക്ക് വരരുത്.
ബബിത ഒരു നിമിഷം ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ വൈജി അത്രയ്ക്ക് പ്രതീക്ഷയില്ല. ബബിത പെട്ടെന്ന് അവിടെ നിന്ന് സ്ഥലം കാലിയാക്കി പണി കിട്ടുമെന്ന് മനസ്സിലായി. അപ്പോഴേക്കും അലീനയുടെ അടുത്ത് വന്നിട്ട് വൈജയന്തി ചോദിച്ചു, അല്ല നീ ആരെ കണ്ടിട്ടാ? ബാലേന്ദ്രനെ കണ്ടിട്ടാണോ ഈ കിടന്ന് കുരച്ചോണ്ടിരിക്കണേ? എടി അത് നടക്കില്ല എന്ന് പറയണേ. അതൊക്കെ മാഡത്തിന്റെ വെറും തോന്നല് മാത്രമാ. മാഡം വെറുതെ എന്നെ വെല്ലുവിളിക്കാണ്ട് വരണ്ട. ഇപ്പൊ ചായ വേണോ വേണ്ടയോ? വേണ്ടെങ്കിൽ വേണ്ട, വേണമെങ്കിൽ വേണം, ഇല്ലെങ്കിൽ എനിക്ക് വേറെ പണിയുണ്ട് എന്നും പറഞ്ഞിട്ട് അലീന ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് പോയി. ഇടിവെട്ടേറ്റ പോലെ നിൽക്കുകയാണ് വൈജ. അതേസമയം മാമച്ചനും ഗ്രഹസമയം കൂടെ TV കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും രേവതിക്കുട്ടി വന്നിട്ട് രണ്ടുപേരും കൂടെ എപ്പോഴും TV കണ്ടോണ്ടിങ്ങനെ ഇരുന്നാ മതി. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇച്ചിരി സമയം മുറിക്കകത്തൂടെങ്കിലും നടക്കാൻ മേലെ. നാളെ രാവിലെ തൊട്ട് മോർണിംഗ് വാക്ക് തുടങ്ങിക്കണം. അല്ലെങ്കിൽ ഉണ്ടല്ലോ രണ്ടുപേരും ഫുഡ് കഴിക്കും, വെറുതെ ഇരിക്കും. അല്ല ആഹാരമൊന്നും വേണ്ടേ? വിശക്കുന്നില്ല. എങ്ങനെ വിശക്കാനായിട്ടാ? വെറുതെ ഇരിപ്പല്ലേ എന്ന് പറഞ്ഞ് രേവതിക്കുട്ടി വഴക്ക് പറയണ സമയത്താണ് ഫോൺ ബെല്ലടിക്കുന്നത്. അപ്പോഴേക്കും ഗ്രഹസമ്മ നോക്കിക്കഴിഞ്ഞപ്പോൾ രേവതിക്കുട്ടി ചാടി കോളെടുത്തു. അത് ആൻസിയായിരുന്നു വിളിച്ചേ. ആ പറഞ്ഞു ചേച്ചി. അല്ല എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അവിടെയോ? ഷെറിൻ ചേച്ചിക്ക് എങ്ങനെയുണ്ട്? അപ്പോഴേക്കും ഷെറിൻ എന്നുള്ള പേര് കേട്ടപ്പോൾ മാമച്ചൻ TVയുടെ ഓളിയൊക്കെ കുറച്ചു. അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല. അല്ല ടോണിച്ചാൻ നമ്പർ വല്ലതും കിട്ടുകയും ചെയ്തോ? നമ്പർ കിട്ടി, അത് ഞാൻ ഫോണിലേക്ക് സെൻഡ് ചെയ്ത് തരാം. അല്ല ചേച്ചി വിളിക്കുകയോ മറ്റോ ചെയ്തോ? നല്ല കഥയായി. വിളിച്ചിട്ട് വേണം എന്നെ കൊല്ലാനായിട്ട്. ഞാൻ വിളിക്കില്ല എന്ന് പറയണം. അപ്പോഴേക്കും രേവതിക്കുട്ടി പറഞ്ഞു, അതെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ? എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. അല്ല കാര്യം എന്താ വെച്ചാൽ പറ. അല്ല ആ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര ദേഷ്യക്കാരാണോ ആണുങ്ങൾ? അപ്പോഴേക്കും ആൻസി പറഞ്ഞു, ദേഷ്യക്കാരാണെന്ന് ചോദിച്ചാൽ ഭയങ്കര അധികാരികളാ. അവരാണ് കേരളം ഭരിക്കണമെന്ന് ചിലപ്പോൾ തോന്നും. അത് കേട്ടപ്പോൾ രേവതിക്കുട്ടി ചിരിച്ചു. കൊള്ളാലോ എന്ന് പറയാം. പിന്നീട് ഒരു കാര്യം കൂടി ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഷെറിൻ ചേച്ചിയുടെ കല്യാണം അത് ചേച്ചിയുടെ കല്യാണത്തിന് ശേഷമായിരുന്നോ മുമ്പായിരുന്നോ? ഷെറിൻ്റെ കല്യാണം ഞാൻ വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ആണോ? അല്ല അപ്പോൾ കുഞ്ഞിനെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ? എവിടെന്ന്? ഒരു തവണ ഞാൻ റോബിച്ചാൻ ഇതിനോട് കുറിച്ച് ചോദിച്ചാ. പക്ഷെ റോബിച്ചാൻ എന്നോട് ചോദിച്ചു, നിനക്ക് എന്തിനാ ഇപ്പം അതൊക്കെ അറിഞ്ഞിട്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ ചീത്ത പറഞ്ഞു. അല്ല ചേച്ചിയോടും ദേഷ്യമാണോ ചേട്ടന്? എന്നോട് ദേഷ്യമൊന്നും ഇല്ലാന്നേ. ചില സമയത്ത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. പിന്നീട് വന്നിട്ട് സോറി പറയും, സാരമില്ല എന്നൊക്കെ പറയും. അല്ല അങ്ങനെയാണെങ്കിലേ ഷെറിൻ ചേച്ചിയുടെ കുഞ്ഞുണ്ടായത് ഷെറിൻ ചേച്ചിയുടെ കല്യാണത്തിന് ശേഷം അതിനു മുമ്പാണോ? കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം അവൾക്ക് കുഞ്ഞുണ്ടായെന്ന് അറിയാൻ കഴിഞ്ഞത്. അങ്ങനെയാണല്ലേ? അപ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ കിട്ടാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഷെറിൻ ചേച്ചിയോട് ചോദിച്ചാൽ മനസ്സിലാവോ? ബെസ്റ്റ്. ഇന്ന് പറയുന്നതല്ല അവൾ നാളെ പറയുന്നേ. അവൾ അങ്ങനെ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അല്ല ഒരു കാര്യം ചെയ്താലോ? ടോണിച്ചാനോട് വിളിച്ചു ചോദിച്ചു നോക്കിയാലോ? വിളിച്ച് ചോദിച്ചു നോക്ക്. പറയുമോന്ന് അറിയത്തില്ല. അല്ല ഫോണിൽ കൂടെ പിന്നെ അടി കിട്ടത്തില്ലല്ലോ, കുറെ ചീത്ത പറയത്തല്ലേ ഉള്ളൂ. പക്ഷെ എനിക്ക് വിളിക്കാൻ പറ്റില്ല. കൊട്ടാരം മറ്റൊന്ന് കേട്ടാൽ പോലും അവര് ഫോണും വെച്ചിട്ട് ഓടത്തുള്ളൂ. ചീത്ത പറഞ്ഞ് കണ്ണുപൊട്ടിക്കും അല്ലെങ്കിൽ. ശരി ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്കുട്ടി കോള് കട്ട് ചെയ്തു. അപ്പോഴേക്കും മാമച്ചനും ഗ്രേസമ്മ അവിടെ ശ്രദ്ധിച്ചിരിക്കുക. പറഞ്ഞു കേട്ടല്ലോ. അപ്പോഴേക്കും ഗ്രേസമ്മ പറഞ്ഞു, ഇനി നമ്മുടെ കുഞ്ഞിനെക്കുറിച്ച് എങ്ങനെ അറിയും? എങ്ങനെ അറിയാനായിട്ടാ? വഴിയുണ്ട്. എന്ത് വഴി? അല്ല അവിടെ മൂത്തൊരു ചേട്ടനും കൂടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ, ഈ റോബിച്ചാൻ്റെ. അതിന്റെ പേരെന്താ? ആൽബി. അങ്ങനെയാണെങ്കിൽ ആൽബിച്ചാൻ്റെ കല്യാണം ഇതിനു മുമ്പ് കഴിഞ്ഞായിരിക്കില്ലേ? ചിലപ്പോൾ അവരുടെ ഭാര്യയോട് ചോദിച്ചാൽ സത്യങ്ങളൊക്കെ അറിയാൻ സാധിക്കില്ലേ ഈ കുഞ്ഞെവിടെ ഉണ്ടെന്നും? കൊട്ടാരമറ്റത്തുള്ളവർക്കല്ലേ അറിയത്തുള്ളൂ ആ കുഞ്ഞെവിടെ ഉണ്ടെന്നുള്ള കാര്യം. അത് ശരിയാ, പക്ഷെ അത് ചോദിച്ചാൽ പറയുവോ? അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു, ആരോട് ചോദിച്ചിട്ടാളും കുഴപ്പമില്ല, എവിടെ അന്വേഷിച്ചിട്ടാളും കുഴപ്പമില്ല, കുഞ്ഞിനെ കുറിച്ചുള്ള വിവരം കിട്ടിയേ മതിയാവുള്ളൂ. അവരത്രയേറെ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ജോമോന്റെ കുഞ്ഞിനെ കിട്ടാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ആൻസിയോട് പറയുകയും ചെയ്തു, ഞങ്ങളുടെ ജോമാഞ്ചേൻ്റെ കുഞ്ഞിന് വേണ്ടിയിട്ടാ, ഞങ്ങൾക്ക് വളർത്താനായിട്ടാ, പൊന്നുപോലെ നോക്കിക്കോളും ഇവിടെ ഗ്രേസമ്മാൻ്റെ മാമച്ചാനങ്ങൾ ഒക്കെ. അപ്പോൾ ആൻസി പറയുകയും ചെയ്തു, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ സഹായിക്കാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ എത്രയും പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കണ്ടുപിടിക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു അവര്. ഇതേ സമയം അലീന ബാലേന്ദ്രനുള്ള ഫുഡുമായിട്ട് അങ്ങോട്ട് കയറിപ്പോകാൻ തുടങ്ങുമ്പോൾ ബബിതേ വൈജി അവിടെ നിൽക്കുന്നുണ്ട്. വൈജി ചോദിച്ചു, ഇതെന്താടി? അത് സാറിനുള്ള ഫുഡാ, മസാല ദോശയും കറിയുക. അത് നീ ബബിതയുടെ കയ്യിലേക്ക് കൊടുക്കുക, ബബിത കൊണ്ടേ കൊടുത്തോളും. അപ്പോഴേക്കും അലീന പറഞ്ഞു, മാഡം വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, നിന്നോട് പറയുന്ന നീ അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ബബിത പറഞ്ഞു, ഞാൻ കൊണ്ടേ കൊടുക്കില്ല, അച്ഛൻ എന്നെ വഴക്കുറയും. നിന്നോടാ ബബിത ഞാൻ പറഞ്ഞ കൊണ്ടേ കൊടുക്കണ്ട. അമ്മയ്ക്ക് ഇത് എന്താ അത്? അച്ഛൻ്റെ വായിന്ന് വെറുതെ എന്നെ ചീത്ത കഴിപ്പിക്കണ്ട, ഞാൻ നീ കൊടുക്കില്ല എന്ന് പറഞ്ഞ ബബിത അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോഴത്തേനും വൈജയന്തി പിടിച്ചു നിർത്തി. നിന്നോട് പറയുന്ന കാര്യം നീ അങ്ങോട്ട് ചെയ്താൽ മതി, അവള് കൊണ്ടേ കൊടുത്തോളൂ ഉമ്മേ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. നീ കൊണ്ടേ കൊടുക്കാൻ പറഞ്ഞാൽ കൊണ്ടേ കൊടുത്താൽ മതി. വല്ലവൾമാർക്കും വിട്ടുകൊടുക്കാനുള്ള ആണോ നിന്റെ അച്ഛനെ? അതുകൊണ്ട് മര്യാദയ്ക്ക് നീ ഫുഡ് കൊണ്ടേ കൊടുക്കാൻ നോക്ക്.
ഭവിത പറഞ്ഞു, അമ്മ അച്ഛൻ്റെ വായിരിക്കുന്നത് ഞാൻ കേൾക്കേണ്ടി വരും. അമ്മയ്ക്ക് അറിയില്ല അച്ഛൻ്റെ സ്വഭാവം. അങ്ങനെയാണ് അമ്മ തന്നെ അങ്ങോട്ട് കൊണ്ടേ കൊടുക്കുക. ഞാനല്ല കൊണ്ടേ കൊടുക്കണ്ട, നീ മകളാണ്. അങ്ങനെ മാറി നിൽക്കേണ്ടവളല്ല മകള്. മകളെ കൊണ്ടേ കൊടുത്തിട്ട് കഴിച്ചാൽ മതി. ഇല്ല കഴിക്കണ്ട. ഇത് കേട്ടപ്പം ദയനീയമായിട്ട് ബബിത ഒന്ന് വൈജയെ നോക്കി. ഒടുവിൽ അലീനയുടെ കയ്യിൽ നിന്ന് ആ പ്ലേറ്റൊക്കെ വാങ്ങി ബബിതയുടെ കൈ കൊടുത്തിട്ട് കൊണ്ടേ കൊടുക്കണേന്ന് പറയണം. ബബിത അങ്ങോട്ട് സ്റ്റെയർ കേസ് കയറി പോകുന്ന സമയത്ത് വൈജ അലീനയോട് പറഞ്ഞു, അതെ ബാലേന്ദ്രന്റെ പോക്കറ്റിലാന്ന് ആക്കാൻ നീ വിചാരിക്കണ്ട. ഒരിക്കൽ നിന്നെ ബാലേന്ദ്രന് കിട്ടാൻ പോകുന്നില്ല എന്ന് പറയണം. അപ്പോഴേക്കും അലീന പറഞ്ഞു, അതെ അങ്ങനെയുള്ള സ്വപ്നങ്ങളും മോഹങ്ങളും ഒന്നും എനിക്കില്ല. പക്ഷെങ്കിൽ എന്നോട് യുദ്ധത്തിന് വന്നിട്ടുണ്ടെങ്കിൽ മാഡം തോറ്റു പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. വൈജയന്തി ഒന്നും മിണ്ടാൻ നിൽക്കുകയാണ്. ആ സമയത്ത് ബാലേന്ദ്രന്റെ മുറിയിലേക്ക് ബബിത ചെന്നു. ബാലേന്ദ്രൻ ചോദിച്ചു, ഇതെന്താ? ഇത് ഫുഡാ. ഓ ഫുഡാണല്ലേ. അല്ല നിന്നോട് ഞാൻ ഫുഡ് കൊണ്ടുവരാൻ പറഞ്ഞായിരുന്നോ? അലീന തന്നു വിട്ടതാ. ഓ അലീന തന്നു വിട്ടാണല്ലേ. ആര് പറഞ്ഞു ഇത് വാങ്ങിച്ചോണ്ട് വരാൻ നിന്നോട്? അത് പിന്നെ സത്യം പറ, ആരാ പറഞ്ഞേ? അമ്മ പറഞ്ഞിട്ട് അത് കൊണ്ടുവന്നേ. ഓഹോ, അപ്പൊ അമ്മ പറഞ്ഞുകൊണ്ട് നീ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പൊ നിനക്ക് പറയാൻ മേലായിരുന്നോ? പറ്റില്ലാന്ന് ഞാൻ പറഞ്ഞതാ. പക്ഷെ അമ്മ സമ്മതിച്ചില്ല. അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അച്ഛ. ഓ അങ്ങനെയാണെങ്കിൽ ഒരു വെട്ടരുവാള് നിന്റെ കൈ തന്നിട്ട് തല വെട്ടിക്കൊണ്ട് വരാൻ നിന്റെ അമ്മ നിന്നോട് പറഞ്ഞ നീ അത് ചെയ്യുവോ? എന്റെ തല വെട്ടിക്കൊണ്ട് കൊടുക്കുവോ? അങ്ങനെയൊന്നും അമ്മ പറയില്ലല്ലോ അച്ഛ. ഓ അപ്പൊ അങ്ങനെയൊന്നും നിന്റെ അമ്മ പറയില്ലല്ലേ? നീ മറ്റൊരു പതിപ്പാണല്ലോ. ശരി കൊണ്ട വെക്കാൻ പറയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും സന്തോഷത്തോട് കൂടിയിട്ട് ബബിത അതോടെ കൊണ്ട് വെച്ചു. ഞാൻ പോയിക്കോളാൻ പറയണം. അങ്ങനെ താഴേക്ക് സന്തോഷത്തോടെ ഇറങ്ങി ചെന്നു. അപ്പോഴേക്കും വൈജയന്തി ചോദിച്ചു, എന്തായി? അതെ അച്ഛനൊന്നും പറഞ്ഞൊന്നുമില്ല. ഫുഡ് വെച്ചിട്ടൊന്നും പറഞ്ഞില്ലേ? അവിടെ വെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. ആ പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനെ തല വെട്ടിക്കൊണ്ടേ ചെല്ലുമെന്ന് ചോദിച്ചു. നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന്. അപ്പം നീ പറഞ്ഞോ ഞാനാ പറഞ്ഞതെന്നൊക്കെ ഫുഡ് കൊണ്ട് തരാനായിട്ട്. പിന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റുമോ? അച്ഛൻ ചോദിച്ചാൽ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കുമാണ് ബെല്ല് വീണ്ടും ശബ്ദിച്ച്. അലീനയെ നോക്കി വൈജയന്തി അലീനയെ നോക്കണം. ബെല്ല് വീണ്ടും ശബ്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും അലീന അങ്ങോട്ട് കയറി പോകാൻ തുടങ്ങിയപ്പോൾ വൈജയന്തി പറഞ്ഞു, ദേ ബബിത നീ അങ്ങോട്ട് കയറി ചെല്ല്. ഞാൻ ചെല്ലണോ അമ്മേ? ഇനിയും ഞാൻ ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ? നീ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞാൽ ചെന്നാൽ മതി. ഒടുവില്ല ബബിത അങ്ങോട്ടേക്ക് കയറി പോവാ. ബബിത കയറി ചെന്നിട്ട് ബാലേന്ദ്രനോട് ചോദിച്ചു, എന്താ അച്ഛാ വിളിപ്പിച്ചേ? ആ മോളും കൂടെ വരാൻ പറഞ്ഞു. വന്നു. എന്താ? അതെ ഈ മസാല ദോശ തണുത്തുപോയി, ഇത് എടുത്തോണ്ട് പോയിക്കോന്ന് പറയണ. തണുത്തു പോയോ? അങ്ങനെ ബബിത വന്നിട്ട് തൊട്ട് നോക്കി. അച്ഛാ ഇതിന് ചൂടുണ്ടല്ലോ. ചൂടുണ്ടോ? ആ ചൂട് പോരാ മോളെ. അയ്യോ അതെന്താ അച്ഛാ അങ്ങനെ പറഞ്ഞ? ചെറിയ ചൂടുണ്ടല്ലോ. ഈ ചൂട് പോരാ, 60 ഡിഗ്രി സെൽഷ്യസ് എങ്കിലും വേണം. 60 ഡിഗ്രിയോ? അതെ മസാല ദോശയുടെ ചൂട് 60 ഡിഗ്രിയാണ്. പിന്നെ ഇതിപ്പം 47 ഡിഗ്രി എങ്ങാണ്ടുള്ളൂ. അതെങ്ങനെ അച്ഛന് മനസ്സിലായി? ഞാൻ ചൂടളന്നു. അച്ഛന് ചൂടൊക്കെ അളക്കാൻ അറിയോ? ബബിത ചോദിച്ചു കഴിഞ്ഞപ്പം ബാലേന്ദ്രൻ പറഞ്ഞേ, ഈ ചൂണ്ടുവെല്ലം കൊണ്ട് പതുക്കെ ഒന്ന് തൊട്ട് നോക്കിയാൽ മതി, അധികം കാഠിന്യത്തെ സ്പർശിക്കരുത്. അങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ചൂടറിയാൻ പറ്റുമോ? പിന്നെ അറിയുമല്ലോ എന്നാ. അച്ഛൻ എത്ര മസാല ദോശയുടെ ചൂടളന്നിരിക്കുന്നു. ചൂട് കുറഞ്ഞതും കൂടിയതും ഒക്കെ ആയിട്ട് പിന്നെ എന്നോടാണോ? അപ്പോഴേക്കും ബബിത ഇങ്ങനെ ഒരു നിമിഷം ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. എടുത്തോണ്ട് പോയിക്കോ. നല്ല ചൂടുള്ള 60 ഡിഗ്രി സെൽഷ്യസിലുള്ളത് തന്നെ കൊണ്ടുവരണം. ഒരു മസാല ദോശ കൂടെ പോയി മോളും കൂടെ കൊണ്ടുവരാൻ പറയണം. സംശയിച്ച് നിന്നിട്ട് ബബിത അതുമായിട്ട് താഴേക്ക് വന്നു. അപ്പോഴേക്കും വൈജയന്തി ചോദിച്ചു, അല്ല ഇതെന്ത് പറ്റി? ഇത്ര പെട്ടെന്ന് ആഹാരം കഴിച്ചു കഴിഞ്ഞോ? ഇല്ല. അതെന്താ? 60 ഡിഗ്രി വേണമെന്ന്. 60 ഡിഗ്രി എന്ത്? 60 ഡിഗ്രി സെൽഷ്യസ് ചൂട് വേണമെന്ന്. എന്തിന്? മസാല ദോശയ്ക്ക് ബാലേന്ദ്രൻ അങ്ങനെ പറഞ്ഞോ? പിന്നെ അങ്ങനെ പറഞ്ഞു. 60 ഡിഗ്രി ചൂടുള്ള മസാല ദോശ കൊണ്ടേ കൊടുത്താൽ മതിയെന്ന്. ഓഹോ അങ്ങനെയാണല്ലേ. അപ്പോഴേക്കും അലീനയെ വിളിച്ചു. അലീന ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞു. എന്താ? ബാലേന്ദ്രന് 60 ഡിഗ്രി സെൽഷ്യസ് ചൂടുള്ളൊരു മസാല ദോശ ഉണ്ടാക്കി കൊടുക്കാൻ. അപ്പോഴേക്കും അലീന ചിരിച്ചു. അലീനയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പോഴേക്കും വൈജയന്തി പറഞ്ഞു, എന്നെ തോൽപ്പിക്കാന്ന പലരുടെയൊക്കെ വിചാരം. അത് നടക്കാൻ പോകുന്നില്ല. ഈ ജന്മത്തിൽ വൈജയന്തി ആരുടെ മുന്നിൽ തോട്ടു കൊടുക്കാൻ പോകുന്നില്ല. എടീ ഇന്ന് മൊത്തം നീ മസാല ദോശ ഉണ്ടാക്കിയാലേ ശരി. നിന്നെ കൊണ്ട് ഞാൻ ഉണ്ടാക്കിക്കോ. അപ്പോഴേക്കും വൈജയന്തിയോട് അലീന പറഞ്ഞു, ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷേ എങ്കിൽ മോളിന്ന് താഴേന്ന് മുകളിലേക്ക് കയറി ചെല്ലുമ്പോഴത്തേനും അതിന്റെ ചൂട് കുറഞ്ഞു പോയി എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. വൈജയന്തി പറഞ്ഞു, എനിക്കറിയാം ചൂട് കുറഞ്ഞു പോകുന്നു. അതാ പറഞ്ഞ നിന്നെ കൊണ്ട് 100 മസാല ദോശ വേണം ഞാൻ ഉണ്ടാക്കുമെന്ന്. അപ്പോഴേക്കും ബാലേന്ദ്രൻ അവിടെ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു ബാലക്കണിയിലേക്ക് വന്നിട്ട്, അലീന നീ ഇനി ഒരു മസാല ദോശയും കൂടെ ഉണ്ടാക്കിയാൽ മതി. പക്ഷെ അതിനു മുമ്പ് നീ ഒരു കാര്യം ചെയ്യണം. എന്താ? അതെ ആ വർക്ക് ഏരിയ വാഷിംഗ് മെഷീനൊക്കെ ഇരിക്കുന്നതിൻ്റെ അവിടെ ഒരു ചോറിലിരിപ്പുണ്ട്. ഈ പാറ്റേനും പല്ലീനെയും അതുപോലെ തന്നെ പാമ്പിനെയൊക്കെ അടിക്കുന്ന ചോറില്ല. നീ അതും എടുത്തോണ്ട് വരാൻ പറയണം. അല്ല അതെന്തിനാ സാറേ ഇപ്പം അത്? അതെ
കുറെ ക്ഷുദ്രജീവികളെ ശല്യം ഈയിടെയായിട്ട് കൂടിയിട്ടുണ്ട്, അപ്പൊ അതൊന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാ എന്ന് പറഞ്ഞു. പെട്ടെന്ന് വേണം അതും പറഞ്ഞിട്ട് ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനും വൈജയൻ അതുപോലെ ബബിതയൊക്കെ പിന്നെ വല്ലാത്തൊരവസ്ഥയും ഞെട്ടലോടുകൂടി നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.